ഇക്ക ഹാപ്പി ബർത്ത്ഡേ. ഏതൊക്കെയുണ്ട് താങ്ക്സ് പറയും. ഹാപ്പി ബർത്ത്ഡേ. അതൊക്കെ കൊണ്ടുവന്നു. ഞാൻ അപ്പ കൊണ്ടോട്ടി പോയി. എന്തേ ചിരിക്കി സംഭവം വൈകുന്നേരം ഞാൻ സംഭവത്തിൽ ഇമ്മ ഇപ്പം പൊട്ടിക്കും വിചാരിച്ചിനി. ശരി പൊട്ടിച്ചില്ലല്ലോ. അവരൊന്നും ചോദിച്ചില്ല. ഞാൻ അവിടെ ആദ്യം പറഞ്ഞു ഞാൻ മുറിക്കണോ. എന്തേ താങ്ക് യു സോ മച്ച്. സ്റ്റുഡിയോ വിളിച്ചു പറയും ഈ ആദ്യം ഇങ്ങനെ ഒരു ഓർഡർ ചെയ്യണേ. എന്ത് ചെറിയ സാധനമാണെങ്കിലും ഞാനാണ് വിളിച്ച് ഓർഡർ ചെയ്യുന്നത്. എനിക്ക് വയ്യ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടേനി. വയ്യ പറഞ്ഞു കൊടുത്ത ഞാൻ കേക്കട്ടെ. ഓർക്ക് ഇങ്ങോട്ട് പരിചയം തിരിച്ചു വിളിക്കും. രണ്ടാളും കേട്ടെ. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ഇന്ന് ഫ്രിഡ്ജ് നന്നാക്കിയത് വെക്കാനാ? ഒരു ദിവസം ഇല്ലാതെ ഫ്രിഡ്ജ് നന്നാക്കിയാല് വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് വിട്ടെന്ന് അങ്ങനെ ആവാൻ സാധ്യത. എത്രയോ വലുപ്പമുള്ള കേക്ക് നമ്മളാ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. എന്നാലും ഐശോ ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അത് എവിടെ വെച്ചിന്? ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. വൈകുന്നേരം ഓർഡർ ചെയ്തത് നിങ്ങൾ വരാനായപ്പോ ഞാൻ ഫ്രിഡ്ജ് അങ്ങനെ തുറക്കലൊന്നുമില്ലല്ലോ. പക്ഷെ അഥവാ ചിലപ്പോ ഒന്ന് തുറന്നാലോ പറയാം. സ്റ്റോർ റൂമൊക്കെ നിങ്ങൾ ഫ്രഷ് ആവാൻ പോയപ്പോ ഞാൻ എടുത്താണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. സത്യം പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എനിക്കറിയാം, പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ കേക്കിന് പ്രത്യേകത കൂടി ഉണ്ട്. എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കണത്. പറയാ കാര്യം ഇന്നലെ എന്റെ ബർത്ത്ഡേക്ക് സംഭവം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടൊക്കെ സംഭവം ശരി. നമ്മള് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വീട്ടില് ഇപ്പോൾ നമ്മള് കേക്ക് കട്ട് ചെയ്യും ആരുതായാലും. പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ കേട്ടോ. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ കട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ചോദിച്ചിനോ? അറിയില്ല അങ്ങനത്തെ കേക്കിന്റെ സംഭവം തന്നെ. ബട്ടർസ്കോച്ച് ഇഷ്ടങ്ങളെ ഫേവറേറ്റ്. ബട്ടർസ്കോച്ച് എനിക്ക് എല്ലാ ബട്ടർസ്കോച്ചും ബട്ടർസ്കോച്ചും ഇഷ്ടം. എല്ലാ ഐറ്റം മുമ്പ് എനിക്ക് വേറെ സംഗതി അറിയണം കേക്ക് കഴിച്ചിട്ടല്ല. അമ്പി കണ്ടി ഇങ്ങനെ പോയി. അമ്പിക്കുട്ടിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു. ഒരു വെറൈറ്റി നല്ല ഇഷ്ടമായി. പിന്നെ ഈ അങ്ങനെ പേർക്ക് വൈ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്യുന്നത്. എങ്ങനെ പേർക്ക് വയ്യാന്ന് ആദ്യം വിളിച്ചപ്പോൾ ചോദിച്ചു എങ്ങനെ ഓർഡർ ചെയ്തേ? ഞാനില്ലേ അതെങ്ങനെ അറിയോ, എൻ്റെ അടുത്ത് നമ്പർ ഇല്ലല്ലോ. നിങ്ങൾ നാളെ നമ്മള് കീശനിലേക്ക് പോയില്ലേ, അന്ന് എന്താണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഫോൺ തന്നാൽ നിങ്ങൾ പുറത്തു പോയില്ലേ, അന്ന് ഞാൻ അപ്പൊ അവിടുന്ന് നിങ്ങളെ ഫോണിൽ നിന്ന് നമ്പർ എന്റെ ഫോണിക്ക് സെൻഡ് ചെയ്ത് നിങ്ങളാണ് ചാറ്റിന്ന് ഡിലീറ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ ഇന്ത്യന്ന് ഞാൻ ഇന്ത്യ എടുത്ത് നോക്കിയാണല്ലോ ചാറ്റ് ചെയ്തതിന്റെ ആവശ്യമില്ല. എന്നിട്ട് ഇന്ത്യന്ന് ഞാൻ ഇന്ത്യക്ക് നമ്മളെ തന്നെ സെൻഡ് ചെയ്യില്ലേ, അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യക്ക് തന്നെ സെൻഡ് ചെയ്താണ്ട് നിങ്ങൾ എനിക്ക് അയച്ച ചാറ്റിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇന്ത്യ ഞാൻ ആർച്ചീവ് ചെയ്തിട്ട് ഇവിടെ ശ്രദ്ധിക്കൂലല്ലോ അത്. എന്നിട്ട് ഞാൻ എന്തായാലും നമ്പർ എടുത്ത് വിളിച്ചു. വിളിച്ചപ്പോ ഈ കാലൊക്കെ തപ്പിപ്പോയണ്ടേ, ഞാൻ ആദ്യമായിട്ടല്ലേ അവൻ ആദ്യം കൊണ്ടോട്ട് കേക്ക് സ്റ്റുഡിയോ അല്ലേ അതേ പറഞ്ഞോളൂ. അവൻ അയച്ച് എന്താണ് ഹോം ഡെലിവറി ഉണ്ടോ ചോദിച്ചു. അപ്പൊ എന്തേലും ചോദിച്ചു. അപ്പൊ കേക്ക് വേണ്ടി അപ്പൊ എത്ര അയച്ചു. അപ്പൊ 1/2 kg മതിയത്.
പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഫ്ലേവറൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന്റെ മേലെ ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ എവിടെ അയച്ചു അപ്പൊ സ്കൂളിലെ മേൽക്കാണ്. പക്ഷെ ആ സ്കൂളിലെ മേൽക്കാണ്. അപ്പൊ സ്കൂളിലെ മേലെ കൂടെ ടവറിന്റെ അവിടെ എത്തണം വെച്ചു, മൊബൈൽ ടവറിന്റെ അവിടെ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കയറി ഞാൻ ടവറിന്റെ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ അയാളെ വിളിച്ചപ്പോൾ എന്നോട് ഞാൻ കുറെ ചേരികളും വരുന്നല്ലോ കഴിഞ്ഞിട്ട് അവിടെയാണ്. അപ്പൊ ഞാൻ അവന്റെ എന്താണ് താഴേക്ക് അവിടുന്ന് താഴേക്ക് ഉണ്ടാവും പോലി വിചാരിച്ച് അപ്പുറത്തെ ആ കോളേജ് അവിടെയാണ്. പക്ഷേ അവിടേക്ക് എത്തണ്ട, അതിന് കുറച്ച് മുന്നോട്ടൊക്കെ ചെയ്യേണ്ട വീടിന്റെ അവിടെ മുന്നിലേക്ക് എത്താതെ കുറച്ച് ഇങ്ങോട്ടേക്കണം. അപ്പോൾ മനസ്സിലായി. പിന്നെ വയ്യാതെ നമുക്ക് നേരം കിട്ടും. ഒരിക്കറിയാം, കാരണം നമ്മൾ അടുക്കള സ്റ്റുഡിയോ വിളിക്കുമ്പോൾ ഇന്നാള് ഞാൻ വേറെന്തോ ഞങ്ങൾ വിളിച്ചിരുന്നു ക്ലബ് സാൻഡ്വിച്ചോ എന്തോ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ അഡ്വക്കേറ്റിന്റെ വീട്ടിലെത്തിയപ്പോൾ ആ കോൺക്രീറ്റ് റോഡിന് ഡയറക്റ്റ് നേരെ ഇടുന്നു. മനസ്സിലായി. അങ്ങനെയുള്ള സംഭവം അല്ലേ. താങ്ക് യു സോ മച്ച്. ഉമ്മാനെ പറഞ്ഞ് സെറ്റാക്കി ആയിരുന്നു. ഇപ്പാൻ്റെ അടുത്ത് വരാൻ നിൽക്കുക, പക്ഷെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്ക് വരാൻ സാധ്യതയുണ്ട് കേക്കിൻ്റെ. അപ്പോൾ ഉമ്മാനെ പറഞ്ഞു നിങ്ങൾ പറയരുത് ഉമ്മ സർപ്രൈസ് ആണ്, അറിയാതെ കൊടുക്കാനാണ്. രാവിലെ കൊടുക്കല്ലേ, എല്ലാവരും നല്ല ഓക്കെ. ഞാനൊരു പീസ് കഴിക്കട്ടെ. കഴിച്ചോളൂ. കാര്യമായിട്ട് കൈ കഴിച്ചു.